സ്തോത്രം. ഇന്ന് ഫേസ് ചെയ്യേണ്ട വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ നാളത്തെ യെരിഹോയെക്കുറിച്ച് നമുക്കറിയത്തില്ല. നാളെ കഴിഞ്ഞത്തെ ഹായിയെ കുറിച്ച് നമുക്കറിയത്തില്ല. അതിൻ്റെ അപ്പുറത്തെ ദിവസത്തിലുള്ള ഗിബെയോന്യരുടെ തന്ത്രത്തെ നമുക്കറിയത്തില്ല. പക്ഷെ നിന്നെ വിളിച്ചിവിടെ കൊണ്ടുവന്ന ദൈവത്തിന് നിന്റെ ഇന്നലെകൾ മാത്രമല്ല, ഇന്നിന്റെ വിഷയവും നിന്റെ നാളത്തെ വിഷയവും നന്നായിട്ട് അറിഞ്ഞിട്ടാണ് ഈ പാതയിൽ കൂടെ കൊണ്ടുവരുന്നതെന്ന് തിരിച്ചറിയുന്ന ദൈവജനം കരമടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്റെ ഇന്നലെകളെ അറിയുന്ന ദൈവമാണ് ഇന്നിന്റെ വിഷയത്തിൽ എന്നെ കൊണ്ടുവന്നതെങ്കിൽ ഇന്നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യുക മാത്രമല്ല, നാളെയും പുതിയ വിഷയങ്ങൾ വന്നാൽ എന്റെ ദൈവത്തിനത് അറിഞ്ഞിരിക്കുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ഇന്നലെ സഹായിച്ച ദൈവം ഇന്നും സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് സംശയമാണ്, നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭയമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? കർത്താവിലുള്ള ധൈര്യം വേണം, കർത്താവിലുള്ള ആശ്രയം വേണം, ഉറപ്പുള്ള വിശ്വാസം വേണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മടുക്കാതെ നിൽക്കണം. ദൈവപൈതലേ, തോക്കത്തില്ല, തോക്കത്തില്ല, തോക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം മുറുകെ പിടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വരത്തില്ല എന്നല്ല, എല്ലാവർക്കുമുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയം പരിഹരിക്കപ്പെടാത്തത്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം മുറുകെ പിടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, സ്തോത്രം, ഒന്ന്, കൃപാസനത്തോട് അടുക്കുവാനുള്ള ധൈര്യം അഥവാ യോഗ്യത. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ന്യായാസനമല്ല, കൃപാസനമാണ്. ന്യായാസനമല്ല, കൃപാസനമാ എന്ന് പറഞ്ഞാൽ യോഗ്യതയില്ല, അളന്നു തൂക്കിയാൽ കുറവുള്ളവനായി കണ്ടാലും കൃപാസനത്തോട് അടുത്ത് ചെന്നാൽ ക്ഷമിച്ചു തരുന്ന ഒരു ദൈവത്തെ അവിടെ കാണുന്നേ. ഹല്ലേലൂയ. അത് ന്യായാസനമല്ല. ന്യായാസനം വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൃപാസനത്തോട് അടുത്തു വരാനാ ദൈവം നമ്മെ വിളിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. രണ്ട്, ദൈവിക സംസർഗത്തിൽ ആയിരിക്കണം. ഹല്ലേലൂയ. ദൈവിക സംസർഗം അത് നഷ്ടപ്പെട്ടു പോകരുത്. സ്തോത്രം. മൂന്ന്, എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ തലമുറകളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതേക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ആമേൻ.